ഡാം 999 ഈ 999 മറ്റൊന്നുമല്ല, മുല്ലപ്പെരിയാർ ഡാമിന് പിന്നിലുള്ള കോൺട്രാക്റ്റാണ്. തമിഴ്നാടും കേരളവുമായിട്ടുള്ള കോൺട്രാക്റ്റിനെ കുറിച്ചുള്ളതാണ് പ്രത്യക്ഷത്തിൽ. പക്ഷേ ഇതിനെ നമ്മൾ ഈ ചിത്രത്തിനെ നമ്മൾ ഡിഫറെൻറ്റ് ആംഗിൾസ് 9 ഡിഫറെൻറ്റ് ആംഗിൾസിൽ കാണാവുന്ന രീതിയിലാണ് ഇത് ചിത്രപ്പെടുത്തിയത്. Someone will be coming from the east. Are you crying for me? When I read the script, at least one thing was clear, that I said whoever is making this film has definitely put in some work in the script. Are I crying for your dad? It's my fate. No, our fate. 1975 ചൈനയിലുണ്ടായൊരു ദുരന്തം ഇന്ന് വരെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് ബാങ്ക്യാവോ ഡാം ഡിസാസ്റ്റർ. 2 ലക്ഷം പേര് മരിച്ചു. അതൊരു പക്ഷേ ചൈനീസ് ഗവൺമെൻറ് ആ ന്യൂസ് 15 വർഷം പുറത്തു വിടാഞ്ഞതുകൊണ്ടായിരിക്കാം അന്ന് അത് തീവ്രതയോടുകൂടി നമ്മളിൽ എത്താഞ്ഞത്. ബാങ്ക്യാവോ ഡാമും മുല്ലപ്പെരിയാർ ഡാമിൻ്റെയും കപ്പാസിറ്റി ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാങ്ക്യാവോനേക്കാളും 7 ഇരട്ടി ഹൈറ്റിൽ നിൽക്കുന്ന മുല്ലപ്പെരിയാർ തകർന്നാൽ ഈ 25 ലക്ഷം പേര് മരിക്കും എന്ന് പറയുന്നത് തമാശയല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ എനർജി എന്ന് പറയുന്നത് ഹിരോഷിമയിലിട്ട ന്യൂക്ലിയർ ബോംബിൻ്റെ 180 ഇരട്ടിയാണ്. അപ്പം ഈ ഒരു സാധാരണ ബോംബ് പൊട്ടുമ്പോൾ അതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് റേഡിയസ് കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി കുറഞ്ഞു വരും. പക്ഷെ ഒരു ഡാം തകരുമ്പോൾ ഇത് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇതിൻ്റെ കൈനറ്റിക് എനർജിയും കൂടിയിട്ട് ഇതിൻ്റെ ഡിസാസ്റ്റർ കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്പ്രെഡ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ഇടങ്ങളിലാണ് ഇതിൻ്റെ നാശം വരുന്നത്. Came to me initially quite a few months before the actual production began, through a series of text messages initially. We have a script for you, Linda. We'd like for you to play one of the 9 main characters. It's based on the Navarashas. Are you interested? Can we send you a script? So after bouncing back actually for a month or two, this kept going on for some time, and finally I realized, let me read this script, because I was shooting at the time, and that was it. Once I got the script, then the rest was history. കാസ്റ്റിങ്ങിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരുന്നൊരു കാര്യം, നവരസ ബേസ്ഡ് മൂവി ആയതുകൊണ്ട് 9 കഥാപാത്രങ്ങളോട് നമ്മൾ കഥ പറയുക. അപ്പം ഇതിൽ ഒരു കഥാപാത്രം പോലും മറ്റൊരു കഥാപാത്രത്തിനേക്കാൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രസങ്ങളുടെ ഇത് പോകും. ഒരു രസം, ഏത് രസമാണ് ഇതിൽ നവരസത്തിൽ നല്ല രസം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ രസത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈക്വലായിട്ട് ഇമ്പോർട്ടൻസോട് കൂടി ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ ആക്ടിങ് ടാലൻ്റാണ് നമുക്ക് വേണ്ടത്. ആ രസത്തിനെ അതുപോലെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ കൊമേഴ്ഷ്യൽ വാല്യൂ നോക്കി ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പം ഞാൻ കേരളത്തിലെ സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് സിനിമ ചെയ്തിട്ട് കാര്യമില്ല. ഞാനിത് സിനിമ വിൽക്കുന്നത് ഇൻ്റർനാഷണലിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആക്ടേഴ്സിനെ നോക്കി ചെയ്തു. ആശിഷ് വിദ്യാർത്ഥി വന്നു. തിലകൻ ചേട്ടനായിരുന്നു ആദ്യം ഇതിൽ കാസ്റ്റ് ചെയ്തിരുന്നത്, മലയാളത്തിൽ നിന്ന് റെപ്രസെൻറ്റേഷനായിട്ട്. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ മാറ്റി രജിത് കപൂർ വന്നു. ഇതൊക്കെ നാഷണൽ അവാർഡ് വിന്നേഴ്സാണ്. പിന്നെ എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു റെപ്രസെൻറ്റേഷൻ വേണമെന്ന് കരുതിയിട്ടാണ് മൾട്ടി ലാംഗ്വേജസിൽ അഭിനയിക്കുന്ന വിമല രാമൻ എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കുന്നത്. തമിഴിലും തെലുങ്കിലും അഭിനയിക്കുന്ന വിനയ് റായ്, അങ്ങനെയുള്ള ആക്ടേഴ്സിനെ നോക്കി സെലക്ട് ചെയ്തു. പിന്നെ ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഓഡിഷൻ നടത്തിയിട്ടാണ് ഹോളിവുഡിൽ നിന്നുള്ള ആക്ടേഴ്സിനെ ഉണ്ടായിരുന്നത്. എല്ലാം ദേ ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. അതുകൊണ്ട് ഇറ്റ് ഹസ് കം ഔട്ട് ഗുഡ്. When I started filming for Dam 999, we started shooting in Ooty, and we had about a 3-4 day schedule. And from there we moved to Cochin, where we shot near the backwaters in Alleppey. We moved to Dubai, where from there we drove to Fujairah, and we shot on a ship
which was the most exciting part about filming this movie. Well, I play Frederick Brown, Captain Frederick Brown in this film, and also supporting the reason I chose the role was because he was very tongue-in-cheek. He had a sense of humor, and there hasn't been many opportunities for me in film or cinema to actually take a role that really kind of succumbed to my personality. So really, I came here with the intention of just being myself. Freddie, memories are like wine. It tastes better with time. I enjoyed performing. I enjoyed participating in this journey of Dam 999. There was everybody was, it was their film. It was, nobody was saying it was his film, that guy's film. No, they were kind of really in sync with it. Well, Sohan Roy had a vision with this script, and it's something that he's really put a lot of effort to bringing into life. How many people got killed in today's police firing? I will not let you kill my people again. ഇപ്പോഴും നമ്മൾ മലയാളികൾ അതിൻ്റെ തീവ്രത മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല. ഈ ഒരു ചിത്രത്തോടു കൂടി ഒരു പക്ഷേ അതിൽ എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കുന്ന ഒരു ഒന്നായിരിക്കും നമ്മുടെ കാര്യം. ഇത് എല്ലാവരും അതോറിറ്റീസിനെ മാത്രം കുറ്റം പറയും, പക്ഷേ അതോറിറ്റീസ് മാത്രമല്ല, സാധാരണ ജനങ്ങൾ എത്രമാത്രം ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. കാര്യം ഇപ്പോഴും എല്ലാവരും വിചാരിക്കുന്നത് ഡാം പൊട്ടിയാൽ ഇടുക്കിയുടെ സൈഡ് മാത്രമേ ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല. ഈ അവിടുന്ന് തുടങ്ങുന്ന വെള്ളം കടലിൽ ചേരുന്നതുവരെയും ഇത് ദുരന്തം വിതച്ചുകൊണ്ടേയിരിക്കും. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന കൊച്ചി നഗരമായിരിക്കും. സിനിമ മേക്കിങ്ങിൻ്റെ ആദ്യത്തെ ബീജം എന്നിൽ കുത്തിവെക്കുന്നത് ഇന്ത്യയിൽ ഞാൻ ഇന്നും ആരാധിക്കുന്ന ഒരു ഡയറക്ടറുണ്ട്, ജിജോ എന്ന് പറയും. ഒരുപക്ഷെ മണിരത്നം പറഞ്ഞിട്ടുണ്ട്, മണിരത്നത്തിനെ എല്ലാവരും ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ടറായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇന്ന് ജിജോ സിനിമ എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് അഭിമാനിക്കാം, മലയാളിയായ ഒരു ഡയറക്ടറാണ് അദ്ദേഹം. കുട്ടിച്ചാത്തൻ്റെ ഷൂട്ട് ഒരിക്കൽ കളമശ്ശേരിയിൽ നടത്തുന്ന സമയത്ത് ഞാനന്ന് പ്രീ ഡിഗ്രി പഠിക്കുക. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്യുന്ന ഇതിൻ്റെ ഷൂട്ട് കണ്ടിട്ട് ഞാൻ അവിടെ നിന്നുപോയി. അന്ന് എൻ്റെ ഉള്ളിൽ കയറിയതാണ് ഈ ഒരു സിനിമ മേക്കിങ്ങിലേക്ക് ഇറങ്ങണം, എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ 3D ചിത്രം ചെയ്യണം. അത് ആ ഒരു പാഷൻ മനസ്സിൽ എങ്ങനെയോ കയറിപ്പോയി. ആദ്യം കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ വളരെ സാധാരണമായ ഒരു ലേമൻ. അപ്പം ഞാൻ സോഹനോട് ചോദിച്ചു, സോഹ ഇതിനു മുമ്പ് ഇങ്ങനെ സിനിമയായിട്ട് വല്ല ഇതിനു മുമ്പ് ഡയറക്ഷനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിച്ചപ്പോൾ സോഹൻ പറഞ്ഞു, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം, പക്ഷെ ആ ഡയറക്ടർക്ക് സോഹനെ അറിഞ്ഞുകൂടാ. എന്നുവെച്ചാൽ അറിയും, അത്രയ്ക്കുള്ള റിലേഷനേ ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് ദിവസം കമലിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആകണം എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് സിനിമയായിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ്. പക്ഷേ സോഹനിൽ കണ്ട ഒരു കാര്യം, ഏതൊരു കാര്യവും അദ്ദേഹം പറയുമ്പോഴായാലും പ്ലാൻ ചെയ്യുമ്പോഴായാലും അത് പിന്നീട് ചെയ്യുമ്പോഴും മാക്സിമം അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കാത്ത എല്ലാ ഏരിയകളും ചിന്തിച്ചുകൊണ്ട് അതിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ മേലെ ഒരു പഠനം നടത്തിയിട്ടാണ് പുള്ളി ചെയ്യുന്നത്. തിരക്കഥയാണ് ഇതിനകത്ത് ഏറ്റവും ശക്തിയായിട്ടുള്ളത്. കാര്യം നല്ലൊരു തിരക്കഥയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നല്ലൊരു ടീം നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ടീം ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഈസ് ഈസി. അപ്പം 16 നാഷണൽ അവാർഡ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരിക്കലും ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നിട്ടില്ല. എൻ്റെ പിന്നിൽ ഒരു 16 അതിശക്തരായിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് അങ്ങനെ ഞാൻ ഒരു എടുത്താൽ പൊങ്ങാത്ത ഒരു പ്രോജക്റ്റായിട്ട് തോന്നിയിട്ടില്ല. വളരെ എൻജോയ് ചെയ്തേക്കുന്നതാണ്.
fun and the most challenging scenes were going underwater, the underwater shots, opening the gate, struggling with that. Such a freezing night we were shooting, and constantly shooting this scene was very challenging, but I think the end product was very fun, and I'm very delighted to have been a part of these. How was the shot? Dam miniature, actually, me and Ajay, I think both of us came to a conclusion that we'll work out like the old school. The computer graphics would be there, but the old school is that we make a miniature and we work out with the water. We could work out like this, that the tank and the shutter door opens and then the whole thing hits. Like you have the first miniature to be broken, then you have the second miniature to be broken, and you have these 5 cameras ready to capture these visuals. One of the cameras is not working, then we are going to lose it. So we were all vigilant of taking up the shot at this point of time. It is waiting for what is going to happen. That single climax shot is the spine of the movie. So we have prepared it for about 1.5 years for the spine to be erect. So it happened accordingly. 3, 4. Dams built for love, dams built in hearts, dams built on hopes, dams built of emotions. Dams built in hearts, dams built on hopes, dams built of emotions, dams built dams with flowing streams. ഔസേപ്പച്ചൻ മാഷിനെ സംബന്ധിച്ചോളം ഇതൊരു അദ്ദേഹം ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ വർക്ക് എന്ന് തന്നെ അദ്ദേഹം ബ്ലൈൻഡായിട്ട് പറയുന്ന ഒരു പ്രോജക്റ്റാണ്. കാര്യം ഒരു വർഷത്തോളം അദ്ദേഹം എടുത്തിട്ടാണ് ഇതിൻ്റെ മ്യൂസിക്കിൽ ഒരു റിസർച്ച് വർക്കായിരുന്നു. കാര്യം അതിൻ്റെ കൺസെപ്റ്റ് തന്നെ ഇന്ത്യൻ അതായത് ഒരു മ്യൂസിക് ആംഗിളിൽ നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഒരു മ്യൂസിക്കൽ ബേസ്ഡ് മൂവി ആയിരിക്കണം. ഇന്ത്യൻ മ്യൂസിക്കിനെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമോ അതിന് ഹൈലൈറ്റ് ചെയ്യണം, അതാണ് കൺസെപ്റ്റ്. അപ്പം ഇന്ത്യയുടെ 5000 വർഷത്തെ മ്യൂസിക്കിലൂടെയുള്ള ഒരു യാത്രയാണ്. കാര്യം ലോകത്തിൽ ആദ്യത്തെ രജിസ്റ്റേർഡ് മ്യൂസിക് വരുന്നത് വേദമന്ത്രങ്ങളിലാണ്. അന്ന് ഏത് രാഗത്തിൽ വേദമന്ത്രം പറയുന്നു അതേ ഇതിലാണ് ഇപ്പോഴും നമ്മൾ ചെല്ലുന്നത്. ആ വേദമന്ത്രങ്ങളിൽ നിന്നാണ് സിനിമ തുടങ്ങണമെന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഞങ്ങൾ ശാന്തി മന്ത്രത്തിൽ നിന്നാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അത് ഗസൽസിലൂടെയും ലല്ലുബീസിലൂടെയും ഇപ്പോൾ ഈരമേൻ തമ്പിയുടെ ഓമനത്തിങ്കൾ കിടാവിൽ ഒക്കെ ഇതിനകത്ത് ഞങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം അതൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല ഈ ഇന്ത്യൻ മ്യൂസിക്കിലൂടെയുള്ള യാത്രയിൽ. പിന്നീട് അത് വന്നിട്ട് മോഡേൺ റാപ്പ്, ഇപ്പോൾ യങ് ജനറേഷൻ ഇഷ്ടമുള്ള മ്യൂസിക്കിലേക്ക് തന്നെ കൊണ്ട് എത്തുന്ന രീതിയിലാണ് ഇതിൽ 9 ഗാനങ്ങൾ ഔസേപ്പച്ചൻ മാഷ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഡാം 999 എന്ന് പറയുമ്പോൾ എനിക്കൊരു അവ്യക്തമായിട്ടുള്ളൊരു ഐഡിയ അതിനെക്കുറിച്ചിട്ട് ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വന്നപ്പോഴാണ്
എനിക്ക് എഗെയിൻ മറ്റൊരു വെല്ലുവിളി. ഇതിൽ 9 കഥാപാത്രങ്ങളുണ്ട്. 9 കഥാപാത്രങ്ങളും 9 രസങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. 9 ഡിഫറെൻറ്റ് മൂഡ്സ് ആൻഡ് ഇമോഷൻസ്. ഈ 9 ഭാവത്തിനും വ്യത്യസ്തമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന രീതിയിൽ മ്യൂസിക് ഉണ്ടാക്കണം. 3, 4. The music has been composed by a person who really understands feelings. കാലമൊരുക്കിയ വൽമീകത്തിൽ കനവുകളെരിയും കൽവിളക്കിൽ കാലമൊരുക്കിയ വൽമീകത്തിൽ കനവുകളെരിയും കൽവിളക്കിൽ തിരിയുടെ വേദന തീയറിഞ്ഞാൽ ദീപം പൊലിഞ്ഞു പോകും. സ്നേഹ ദീപം പൊലിഞ്ഞു പോകും. ദീപം പൊലിഞ്ഞു പോകും. സാധാരണ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ പ്രേക്ഷകൻ എന്ന് പറയുന്നത് അവൻ ഇംഗ്ലീഷ് സിനിമ മാത്രം കാണുന്നവനാണ് അധികപക്കം. മലയാള സിനിമ കാണുന്നവരുണ്ടായിരിക്കാം, പക്ഷേ മെയിൻലി ഇംഗ്ലീഷ് സിനിമയുടെ പ്രേക്ഷകൻ ഒന്ന് വേറെ, മലയാള സിനിമയുടെ പ്രേക്ഷകൻ വേറെ, ഹിന്ദി സിനിമയുടെ വേറെ. പക്ഷേ ഈ സിനിമയ്ക്ക് പ്രേക്ഷകൻ യൂണിവേഴ്സലാണ്. ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനകത്ത് എവിടെയൊക്കെ മലയാളികളെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ മലയാളികളെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ആ ഒരു മലയാളി സ്പിരിറ്റ് മനസ്സിൽ കിടക്കുന്നുണ്ടാകാം. അപ്പോൾ അതിനകത്ത് തന്നെ മേക്കപ്പ് പട്ടൺ റഷീദ്, കോസ്റ്റ്യൂംസ് SP സതീഷ് ഉണ്ട്, എഡിറ്റിങ് സുരേഷ് പായിക്ക് 2 നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റൈൽ ക്വയറി മലയാളിയാണ്. പാടിയേക്കുന്നത് ചിത്ര ജയചന്ദ്രൻ. അങ്ങനെ മലയാളികളുടെ ഒരു നീണ്ട നിര ഇതിൻ്റെ പിന്നിലുണ്ട്. मुझे छोड़ के क्यों गई, दिल तोड़ के क्यों चली. അനിവാര്യമായ മുല്ലപ്പെരിയാർ ദുരന്തത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഡാം 999. ഇത് മലയാളികൾ കണ്ടിരിക്കേണ്ടതാണ്. കാര്യം നാളെ നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഇതിനകത്ത് ഒരു വിക്ടിമാവാം. അത് ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അങ്ങനെ ഒരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു അവസരത്തിൽ നാം എന്ത് ചെയ്യണം, അതിനുള്ള ഒരു പാഠമായിട്ട് ആണ് ഈ ഒരു ചിത്രം ഞങ്ങൾ കാഴ്ചവെക്കുന്നത്.